ആ സാറിനെ കണ്ടിട്ട് ഒത്തിരി ആയല്ലോ. അങ്കിളില്ലേ? ഉണ്ട് ചെല്ലല്ലേ അങ്കിളെ. ആ താനോ? അച്ഛൻ കുറെ തവണ ഫോണിൽ ട്രൈ ചെയ്തെന്ന് പറഞ്ഞു, അങ്കിളിനെ കിട്ടിയില്ല. അതുകൊണ്ട് തിരക്കുള്ളതുകൊണ്ടല്ലേ ഫോൺ എടുക്കാത്ത. സൗകര്യമുള്ളപ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും, അതാണല്ലോ പതിവ്. കുറച്ചധികം കാശ് അച്ഛന് കൊടുക്കാനില്ലേ? അത് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയാൻ അച്ഛൻ വിളിക്കുന്നത്. ഓഹോ, അപ്പം എന്നെ ന്യായം പഠിപ്പിക്കാൻ വന്നാ? ഞാൻ കാശ് കൊടുക്കാനുണ്ടെന്ന് തെളിവ് വല്ലതും ഉണ്ടോ? അങ്കിളെ, ഞാനൊരു ആർഗ്യുമെന്റിന് വന്നതല്ല. അച്ഛൻ്റെ അന്നത്തെ ആക്സിഡന്റിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾ മൊത്തം കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലാണ്. ഞാൻ പറയാതെ തന്നെ അങ്കിളിന് അറിയാലോ, 10-80 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ കോടികളെക്കാൾ വലുതാ. പിടിപ്പില്ലാണ്ട കാശ് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ എവിടുന്ന് എടുത്തിട്ട് തരാനാ? 5-6 വർഷം ഒരുമിച്ച് ബിസിനസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഇത്ര മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞെന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി. ആ വേണേലൊരു 5000-10,000 മേടിച്ചോ, പക്ഷേ അതൊരു സ്ഥിരം കലാപരിപാടി ആക്കല്ല്. കാലമാടനാന്ന് അറിയത്തില്ലയോ സാറേ? ആരെ പറ്റിക്കണമെന്ന് ആലോചിച്ചാൽ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ. ഞാൻ ഇന്ന് രാവിലെ അച്ഛനോട് ചോദിച്ചേ ഉള്ളൂ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടോന്ന്. ഐ തിങ്ക് ഐ ഹാവ് എ പ്ലാൻ. അന്ന് ചോദിച്ചില്ലേ നമ്മൾ തമ്മിൽ എന്തെങ്കിലും കോമൺ ഫാക്ട്സ് ഉണ്ടോന്ന്? ഉണ്ട്. നമുക്ക് 2 പേർക്കും ആവശ്യം ക്യാഷാണ്. തൽക്കാലത്തേക്ക് നിർത്തിവെച്ച എൻ്റെ ഫുഡ് ട്രക്ക് ബിസിനസ് ഇല്ലേ, അത് പൊടിയൊട്ടി എടുത്താലോ? വിജയ് ഫുഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ വി ക്യാൻ റോൾ അപ്പ് ദിസ് ബിസിനസ്. വാട്ട് ഡു യു തിങ്ക്? അത് ശരിയാവില്ലടോ. ആ കല്യാണം ഏതാണ്ട് ഓക്കെ ആയി. അന്ന് അവിടെ നിന്ന് കാണാൻ പോയില്ലേ അവര്? പരസ്പരം ഇഷ്ടമായോ? ഫാമിലീസിന്റെ ഓൾമോസ്റ്റ് ഓക്കെ. അതിനവരല്ലല്ലോ ഒരുമിച്ച് ജീവിക്കേണ്ടത്. ആ കുട്ടിയുടെ അച്ഛനും എന്തോ വലിയ ബിസിനസ്സാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അറിഞ്ഞിട്ടും അവര് പ്രൊസീഡ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പെൺവീട്ടുകാരുടെ കാശ് നോക്കിയിട്ട് ഒരു കല്യാണം അല്ലേ? വെരി സാഡ്. എന്റെ വീട്ടിലെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ലെന്ന് എനിക്ക് ഇന്ന് കേട്ടെന്ന് മനസ്സിലാക്കാണല്ലോ. നാളെ വീണ്ടും കാണുന്നുണ്ടോ അവരെ ലഞ്ചിന്? തനിക്ക് നല്ലൊരു ടാലന്റ് ഉണ്ട്, അതുപയോഗിച്ച് കാശുണ്ടാക്കിക്കൂടെ? അല്ലാതെ ഡൗറി വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നതൊക്കെ ഭയങ്കര ചീപ്പാ. എടോ, ചിലര് ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യും, ചിലർ ജോലിയിൽ ജീവിക്കും. മറ്റു ചിലരുണ്ട് ഒരു ജോലിയും ചെയ്യാത്തവർ, ഒന്നും ശരിയാവാത്തവർ. ഞാൻ ആ കാറ്റഗറിയാ. എൻ്റെ ചുറ്റും ഒന്നും ഓക്കെ അല്ല. മൊബൈൽ ഇതാ എൻ്റെ നമ്പർ. ഫുഡ് ട്രക്കിൻ്റെ കാര്യത്തിൽ തീരുമാനം മാറുകയാണെങ്കിൽ അറിയിക്കൂ. എടോ, ഉള്ളിൽ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ചുറ്റുമുള്ള ഒന്നും ഓക്കെ ആയി തോന്നാത്തത്.